കല്യാണ വീട്ടിൽ നിന്ന് ഈ മീൻ കഴിച്ചിട്ട് ആൾക്കാർ ചോദിക്കണം ഇത് ഏതാ മീനെന്ന്. അങ്ങനെ ചോദിച്ചറിഞ്ഞിട്ട് ആൾക്കാർക്ക് മനസ്സിലാവണം ഇത്രയും ടേസ്റ്റുള്ള മീനാണോ വളർത്തു മത്സ്യങ്ങൾ എന്നുള്ളത് മനസ്സിലാക്കണം. ആരൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് പണ്ടായിരൊന്നും കിട്ടുന്നു. അപ്പോൾ ചുറ്റും ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. വളർത്തു മത്സ്യം കുക്ക് ചെയ്തിട്ട് നമ്മൾ നല്ലൊരു ഫിഷിൻ്റെ നല്ലൊരു ലുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ അതിൽ മസാല പിടിക്കുന്ന നല്ലൊരു ഐഡിയ കൂടെ ഉണ്ട്. മസാല നമ്മൾ കൂട്ടുന്ന മസാല പിടിക്കുന്നുണ്ട്, ശരിക്കും പിടിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആളുകൾക്ക് ആ രുചി ശരിക്കും നല്ല ഇഷ്ടപ്പെടും. കാരണം രുചിയുണ്ട്, അധികം നല്ല അത്യാവശ്യം നല്ല രുചി. ഞാൻ കഴിച്ചു നോക്കിയിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, മത്സ്യകൃഷിയിൽ വിപണി കണ്ടെത്താൻ ബുദ്ധിമുട്ടാന്ന് പറയുന്ന ഒരുപാട് കർഷകർ നമുക്ക് ചുറ്റും. അപ്പോൾ അതിനൊരു മാറ്റം വരുത്തേണ്ടത് നമ്മൾ ഓരോരുത്തർ തന്നെയാണ്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ആവശ്യങ്ങൾക്കെങ്കിലും നമ്മൾ ഇതുപോലുള്ള വളർത്തു മത്സ്യങ്ങൾ യൂസ് ചെയ്യാൻ തുടങ്ങും. എന്നിട്ടാണ് നമ്മൾ പൊതുസമൂഹത്തോട് പറയേണ്ടത് വളർത്തു മത്സ്യത്തിൻ്റെ പ്രാധാന്യവും മറ്റൊക്കെ. എങ്ങനെയാലും ചെറിയൊരു ഫംഗ്ഷന് വേണ്ടിയിട്ട് ഒരു 10-20 കിലോ മത്സ്യങ്ങളെ പിടിക്കാനും വേണ്ടി വന്നതാണ് ഞാൻ. ഏകദേശം പിടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് കാഴ്ചകളാണ് നിങ്ങൾക്ക് വേണ്ടി ഇന്ന് ഒരുക്കാൻ പോകുന്നത്. ഞാൻ അബ്ദുൽ സമദ് കുറ്റു. വെൽക്കം ടു അവർ വീഡിയോ ബ്ലോഗ്. ആണ് അത് എടുക്കുക, അത് വലിച്ചാൽ ബുദ്ധിമുട്ടാവും. ചളി കറങ്ങണ്ട, കിടന്നു ഇങ്ങോട്ട് നിന്നോ, മുമ്പ് കാട്ടൂല. അങ്ങോട്ട് ഇറങ്ങും. സിനിമ ഫോണും തൈക്ക് നോക്ക് തീക്കാണോ കിട്ടുന്നത്. അത് പറ്റുക പിടിച്ചോ, തൊട്ടോക്ക തൊട്ടോക്ക. ചെയ്യാ അത് കൈമാറ്റം ചെയ്ത് കുഞ്ഞുമൂനോ ഓക്കെ.
വരില്ലാണ്ടോ ഈ കരലത് വരില്ലാണ്ടാവോ ഇതോ ആ അതല്ല തൊള്ളായിരം എടുത്തോ ബോക്സ് അവിടെ കേട്ടിട്ടുണ്ട് ലാസ്റ്റ് ഇതാ കല്യാണ വീട്ടിൽ നിന്ന് ഈ മീൻ കഴിച്ചിട്ട് ആൾക്കാർ ചോദിക്കണം ഇത് ഏതാ മീനെന്ന്. അങ്ങനെ ചോദിച്ചറിഞ്ഞിട്ട് ആൾക്കാർക്ക് മനസ്സിലാവണം ഇത്രയും ടേസ്റ്റുള്ള മീനാണോ വളർത്തു മത്സ്യങ്ങൾ എന്നുള്ളത് മനസ്സിലാക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചുറ്റുഭാഗത്തുള്ള മത്സ്യ കർഷകർക്കൊക്കെ അതൊരു സാധ്യതയാണ്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് നമ്മൾ ഓരോരുത്തരും ചെറിയ ചെറിയ ഫംഗ്ഷനൊക്കെ ആയിട്ട് വളർത്തു മത്സ്യങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. കാരണം വെച്ചാൽ എപ്പോഴും കടൽ മത്സ്യങ്ങൾ കഴിക്കുന്ന ആൾക്കാർ ഒരുപാടാണ്. എന്നാൽ ഇടയ്ക്കൊക്കെ വളർത്തു മത്സ്യങ്ങൾ കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വ്യത്യാസം അതിൻ്റെ എത്രത്തോളം ടേസ്റ്റ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയായാലും നമുക്കിനി കല്യാണ വീട്ടിലേക്കൊന്ന് പോയി നോക്കാം. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ കല്യാണ വീട്ടിലെത്തിയിട്ടുണ്ട്. കുറേ കാലത്തിന് ശേഷമാണ് ഒരു കല്യാണം വീട്ടിൽ വെച്ച് നടത്തുന്നത് കൂടുന്നത്. ഇപ്പോൾ എല്ലാം ഓഡിറ്റോറിയത്തിലല്ലേ. അപ്പോൾ എങ്ങനെയായാലും നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ നോക്കാം. അതുപോലെ തന്നെ നമുക്ക് കിച്ചണിലൊന്ന് പോയി നോക്കാം. ഇപ്പോൾ സമയം ഏകദേശം 11 മണിയായി. ആളുകളൊക്കെ എത്തി വരുന്നതേ ഉള്ളൂ. ബിരിയാണി ദമ്മിട്ട് വെച്ചിട്ടുണ്ടായിരിക്കും. നമുക്ക് മെയിനായിട്ട് നോക്കേണ്ടത് നമ്മൾ കൊടുത്തു വിട്ടിട്ടുള്ള മീൻ റെഡി ആയിട്ടുണ്ടോയെന്ന് അറിയില്ല. ഒന്ന് പോയി നോക്കാം നമുക്ക് എങ്ങനെയായാലും കിച്ചണിൽ. ഫ്രണ്ട്സ്, നമുക്ക് എങ്ങനെയായാലും ഒരു കഷ്ണം ടേസ്റ്റ് നോക്കാം. ഇവിടെ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊരു കഷ്ണം എടുത്തിട്ട് അങ്ങോട്ട് മാറി നിൽക്കാം. ഒരു പീസ് നോക്കിയിട്ട് എടുക്കാം. കുഴപ്പമില്ലാത്തൊരു പീസ് നോക്കി എടുത്തിട്ടുണ്ട്. മുടിച്ചാ നന്നായിട്ട് അരച്ചത് പീസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടാകും. ഫ്രണ്ട്സ്, അപ്പോൾ അവിടെയൊക്കെ വിളമ്പാനാവണുള്ളൂ, ആളുകളായി വരുന്നുള്ളൂ. അപ്പോൾ നമ്മളെന്ത് ചെയ്യാം, ഇവിടെയൊക്കെ നല്ല ക്രൗഡുണ്ട്. അതിലിടയ്ക്കൊരു പീസ് എടുത്തുകൊണ്ട് വന്നാട്ട് കണ്ടില്ലേ, നല്ല മാംസമുള്ള മീനാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്കിവിടെ നമ്മളെ പണ്ടാരി ഉണ്ട് ഇവിടെയൊക്കെ പാചകം ചെയ്തിരുന്ന പുള്ളിനൊന്ന് കിട്ടുമോ നോക്കട്ടെ. അതിന് കിട്ടുമെന്ന് പുള്ളിയോട് എക്സ്പീരിയൻസ് ചോദിച്ചോക്കാം. ഇത്ര വർഷത്തിലിടക്ക് ഇതുപോലെ വളർത്തു മത്സ്യങ്ങളൊക്കെ കല്യാണത്തിനൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടോയെന്നൊക്കെ ചോദിച്ചു. ആ എക്സ്പീരിയൻസ് നമുക്ക് ചോദിച്ചോക്കാം. പിന്നെ അതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഈ മീനിൻ്റെ ഡിമാൻഡ് എത്രത്തോളം ഉണ്ട്. നല്ല എരിവുണ്ടിട്ടാണ്. ആരൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന്
പണ്ടാരിലൊന്നും കിട്ടുന്നു. അപ്പോൾ ചുറ്റും ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അടിപൊളി. ഓക്കെ. റഹ്മാൻക്ക് ഇപ്പോൾ എത്ര കാലം നിങ്ങളിപ്പോൾ ഈ പണ്ടാരി പണി തുടങ്ങിയിട്ട്? നമ്മളൊരു 30 വർഷം ഏതാണ്ടായി ഉണ്ടാവും. 30 വർഷത്തിന് മുകളിലായല്ലേ? ഇത്രയും വർഷത്തിലിടക്ക് ഈ വളർത്തു മത്സ്യങ്ങൾ ഇതേമാതിരി പരിപാടിക്കൊക്കെ ഉണ്ടായിട്ടുണ്ടാവും? വളർത്തു മത്സ്യം ഉണ്ടാവില്ല, പിന്നെ പുഴ മീൻ ഉണ്ടാകലുണ്ട്. അത് നമ്മൾ ഉണ്ടാക്കലുണ്ട്. പക്ഷെ അതിലൊരു ഇതിനൊക്കെ കുറച്ചും കൂടി ബെറ്റർ എനിക്ക് തോന്നുന്നത് വളർത്തു മത്സ്യം തന്നെയാണ്. ഇപ്പോൾ അധികം പരിപാടി കണ്ടിട്ടുണ്ട് നമ്മളിപ്പോൾ ഈ ആവൂലി പോലുള്ള മത്സ്യങ്ങളൊക്കെ കടൽ മത്സ്യങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ട്. അതിങ്ങനെ ടേബിളിൽ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രൗഢിയൊക്കെ ഉണ്ടാവും. നല്ല കട്ടിയുള്ള മാംസമായിരിക്കും, ഉടഞ്ഞു പോകുന്നില്ല. ഇപ്പോൾ ഈ സാധനം കുക്ക് ചെയ്തിട്ട് എങ്ങനെയുണ്ട് ഈ വളർത്തു മത്സ്യം കുക്ക് ചെയ്തിട്ട്? വളർത്തു മത്സ്യം കുക്ക് ചെയ്തിട്ട് നമ്മൾ നല്ലൊരു ഫിഷിൻ്റെ നല്ലൊരു ലുക്ക് കിട്ടുന്നുണ്ട്, നല്ലൊരു ലുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ അതിൽ മസാല പിടിക്കണ നല്ലൊരു ഐഡിയ കൂടെ ഉണ്ട്. മസാല നമ്മൾ കൂട്ടുന്ന മസാല പിടിക്കുന്നുണ്ട്, ശരിക്കും പിടിക്കുന്നുണ്ട് മസാല, ശരിക്കും പിടിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആളുകൾക്ക് ആ രുചി നല്ല ഇഷ്ടപ്പെടും. കാരണം രുചിയുണ്ട്, അധികം അത്യാവശ്യം നല്ല രുചി. ഞാൻ കഴിച്ചു നോക്കി നമ്മൾ മസാല ടേസ്റ്റ് നോക്കിയിട്ടാണ് നമ്മൾ അതിൽ മീൻ സർവ് ചെയ്ത് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൽ നല്ലൊരു രുചി കിട്ടുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ നല്ലൊരു മത്സ്യം ആണ്. അല്ല, ഇതിപ്പോൾ ടേബിളിൽ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർ കാണുന്നവർക്കൊക്കെ എങ്ങനെ? ആളുകൾക്ക് കാണാനും ഒരു ലുക്കുണ്ട്, നല്ല ഫിഷിൻ്റെ നല്ലൊരു ലുക്ക്. നമ്മൾ സൈസ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ലുക്ക് കിട്ടുന്നുണ്ട്.